ഗുരുവായൂർ മേൽപ്പാലം റോഡിൽ വിള്ളൽ. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കടക്കം ഭക്തരെത്തുന്ന പ്രധാനപ്പെട്ട പാതയിലാണ് വിള്ളലുണ്ടായിരിക്കുന്നത്. പാലത്തിലെ വിള്ളൽ പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കടക്കം ആയിരങ്ങളെത്തുന്ന പ്രധാനപ്പെട്ട മേൽപ്പാലത്തിന്റെ ഭാഗത്താണ് വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചെറിയൊരു വിള്ളലായിരുന്നു. പിന്നീടത് കുഴിയാവുകയും പാലത്തിലേക്ക് പടരുകയുമാണ്. മഴ പെയ്യുമ്പോൾ വിള്ളലിലൂടെ വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. മേൽപ്പാലത്തിലെ ഭാഗങ്ങൾ അപകടാവസ്ഥയിലായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മേൽപ്പാല റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് വിള്ളൽ വീഴാൻ കാരണമെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. മേൽപ്പാല റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഗുരുവായൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. BJP ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അതിലെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന് ഈ മേൽപ്പാലത്തിൽ കണ്ടിട്ടുള്ള വലിയ ഗർത്തവും സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ കൊട്ടിഘോഷിക്കുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ കേന്ദ്ര പദ്ധതികളിൽ ഉൾപ്പെട്ട അമൃത് പ്രസാദം പദ്ധതിയിലൂടെ തുകകൾ വന്നിട്ട് നടപ്പിലാക്കിയ പദ്ധതികളാണ്. പക്ഷേ ഈ പദ്ധതി തുകകൾ എങ്ങനെയെങ്കിലുമൊക്കെ അഴിമതി നടത്തി കൈക്കലാക്കുക എന്നതിൽ കവിഞ്ഞ് ഇത്തരം പദ്ധതികളൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ ദീർഘവീക്ഷണത്തോടെ ഇവിടെ വരുന്ന നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളെ സഹായിക്കുന്ന രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യുവാൻ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് ഈ മേൽപ്പാലത്തിൽ ഉണ്ടായിട്ടുള്ള ഗർത്തം സൂചിപ്പിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് അനിൽ, ജനറൽ സെക്രട്ടറി സുജായൻ മാമ്പുള്ളി, വൈസ് പ്രസിഡന്റ് മനീഷ്, സെക്രട്ടറി പ്രസന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, തൃശൂർ.